ഹലോ ഗേസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദു അനിയെ വിളിച്ച് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ നയനെയും വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരോടും എന്നെ ഇങ്ങനെ ഉപദേശിച്ച് പുറകെ നടക്കാതെ അനിയെ ഒന്ന് ഉപദേശിക്കാൻ നോക്ക്. അവനാണെങ്കിൽ ഇന്നലെ ഇവിടെ വന്നായിരുന്നെന്ന് പറയും ഈ ട്രെയിനിങ് ക്യാമ്പിൽ. അത് കേൾക്കുമ്പോഴത്തേന് നയന ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ അവൻ അവിടെ വന്നു. അത് ഞങ്ങൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പുറത്ത് ഓടാൻ പോയപ്പോഴത്തേന് അവനെ അവിടെ വെച്ച് കണ്ടു. ഇവനെ വണ്ടി നിർത്തി എന്നോട് സംസാരിച്ചു. അത് കണ്ടപ്പോഴത്തേന് ആ ട്രെയിനറാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കി അയാൾ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്നാണ് തോന്നുന്നത്. എൻ്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു SI ആകുക എന്നുള്ളത്. അത് ഇവനായിട്ട് തുലയ്ക്കുമെന്നാണ് തോന്നുന്നത്. ചേച്ചി ഒന്ന് ഉപദേശിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് എന്തോ അങ്ങ് ഫോൺ വെക്കുകയാണ്. അതേ ചൂടോടുകൂടി തന്നെ നയന അജയനെ ചെന്ന് കാണുന്നുണ്ട്. ചെറിയ അനിയെ ഒന്ന് ഉപദേശിക്കണം, ഇങ്ങനെ നന്ദുവിൻ്റെ കൂടെ നടക്കുന്നതൊക്കെ ശരിയല്ലല്ലോ. നന്ദുവിൻ്റെ ക്യാമ്പിൽ ഇവൻ ഇന്നലെ ചെന്നു എന്നാണ് പറഞ്ഞത്. അതാകെ പ്രശ്നമായിട്ടുണ്ട്. ഇപ്പോൾ അവളുടെ ആഗ്രഹം പോലും നടക്കുകയില്ല എന്നുള്ളതായിട്ടുണ്ട്. ചെറിയ അവനെ ഉപദേശിക്കണമെന്ന് പറയും. അവനൊരു ഭാര്യയൊക്കെ ഉള്ളതല്ലേ, അവനൊരു കുടുംബം ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അത് കേൾക്കുമ്പോഴത്തേന് അങ്ങ് വല്ലാതാകുന്നുണ്ട് അജയൻ. അന്നേരം പറയും, മോളെ ഞാൻ ഉപദേശിക്കാറുണ്ടല്ലോ, ആദർശും അതുപോലെ മുത്തശ്ശനും എല്ലാവരും ഉപദേശിക്കാറില്ലേ, ജയനും ഉപദേശിക്കാറുണ്ടെന്നൊക്കെ പറയും. ആരൊക്കെ ഉപദേശിച്ചാലും ചെറിയച്ഛൻ നിന്ന് നന്നായിട്ട് ഉപദേശിക്കണം, ഉപദേശിക്കേണ്ട രീതിയിൽ തന്നെ ഉപദേശിക്കണമെന്നൊക്കെ നയനെ അങ്ങ് കുറ്റപ്പെടുത്തി സംസാരിക്കണം. അത് കേൾക്കുമ്പോഴത്തേന് അജയൻ അങ്ങ് വല്ലാതാകുന്നുണ്ട്. എന്നിട്ട് ആ ഷോക്ക് പിന്നെ അജയൻ പോയി ഇങ്ങനെ സെറ്റിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അനിയോട് അങ്ങോട്ട് വരാൻ പറയും. അപ്പോൾ അനി അങ്ങോട്ട് കയറി വന്നിട്ട് ചോദിക്കും, എന്താ അച്ഛാ കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിക്കും. നീ എന്തിനാ നന്ദുവിൻ്റെ പുറകെ ആ ക്യാമ്പിൽ ചെന്നെന്നൊക്കെ ചോദിക്കും. അത് വെച്ചാൽ ഞാൻ അവളെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല, അത് കാരണം കാണാൻ പോയതാണെന്ന് പറയുകയും അജയൻ ഒറ്റ അടി കൊടുക്കുകയാണ് ചെവിക്കല് തീർത്ത് അനിയുടെ. അത് കണ്ടുകൊണ്ടാണ് നയനെ അങ്ങോട്ട് വരുന്നത്. അപ്പം നയനെ അടിക്കും എന്നൊന്നും വിചാരിച്ചില്ലെന്ന് തോന്നുന്നു. നയനെ അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പം നന്ദുവിനെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത് അനിയാന്നുള്ള രീതിയിൽ എല്ലാം സംസാരിക്കുകയാണ് അജയൻ. എന്നിട്ട് പറയും, ആ കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ല SI ആകുക എന്നുള്ളത്, നീ അവിടെ പുറകെ നടന്ന് ആ ആഗ്രഹം ഇല്ലാതാക്കുന്ന ലക്ഷണം ഉണ്ടല്ലോ. നിനക്കൊരു ഭാര്യയില്ലേ, നീ ഒരു കുടുംബമില്ലേ, അതെല്ലാവരും പറഞ്ഞിട്ട് നിൻ്റെ തലയിലോട്ട് എന്നാ കയറാത്തെന്നൊക്കെ ചോദിക്കും. ഉടനെ പറയും, അച്ഛാ ഞാൻ അവളുടെ കുറച്ച് വീഡിയോസൊക്കെ എല്ലാവരെയും കാണിച്ചതല്ലേ, അപ്പം പിന്നെ എനിക്ക് അവളെ അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവൾക്ക് നമ്മുടെ കുടുംബത്തിൽ കയറി പറ്റണമെന്നും അനന്തപുരിയിലെ മരുമകളാണെന്ന് പറയണം, അതുപോലെ തന്നെ ഇവിടുത്തെ സ്വത്തെല്ലാം അടിച്ചു മാറ്റണം, അങ്ങനെയൊക്കെ ഉള്ളൂ അവൾക്കും അവിടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്നൊക്കെ പറയും. നീ ഇനി അവളെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നാൽ മതിയോ? നീ ചെയ്യുന്നതിന് ഒരു ന്യായീകരണം ഉണ്ടോ? നീ നന്ദുവിൻ്റെ പുറകെ നടക്കുകയല്ലേ, അപ്പം പിന്നെ നീ എന്തിനാ ഇവളെ കുറ്റം പറയാൻ പോകുന്നത്? നീ ആദ്യം നന്നാകാൻ നോക്ക്, അത് കഴിഞ്ഞിട്ട് മതി അനാമിയെ കുറ്റം പറയുന്നൊക്കെ പറയും. അതുകൊണ്ട് മേലിൽ നീ ഇനി അവളെ കാണാനോ അവളെ വിളിക്കാനോ ശ്രമിച്ചേക്കരുതെന്ന് പറഞ്ഞ് അജയൻ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴത്തേന് അനി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോവുകയാണ്. അതിനെ പോകുന്ന വഴിക്ക് അനി ഓർക്കുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും മനസ്സും ശരീരവും അഴുക്കായി അവളെ ഞാൻ ജന്മത്തിൽ സ്നേഹിക്കാനോ അവളെൻ്റെ കൂടെ ജീവിക്കാനോ പോകുന്നില്ല എന്ന് മനസ്സിലോർത്താണ് ഇറങ്ങി അങ്ങ് പോകുന്നത്. അനി പോയി കഴിയുമ്പോഴത്തേന് നയന അജയനോട് പറയുന്നുണ്ട്, ചെറിയ അവന് തല്ലുണ്ടായിരുന്നെന്ന്. മോളെ എങ്ങനെ തല്ലാതിരിക്കും, അവനോട് പറയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞില്ലേ, അവൻ അടി ഇരന്ന് വാങ്ങിയതല്ലേ, ഇനിയെങ്കിലും അവനൊന്ന് നന്നാകാൻ നോക്കട്ടെ എന്നൊക്കെ അജയൻ അങ്ങ് പറയും. മോൾക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടായിട്ടാണ് മോൾ അത് എന്നോട് വന്ന് പറഞ്ഞത്, അത് ഞാൻ വിലക്കെടുക്കണ്ടേ മോളെ, അത് കാരണമാണ് അവനെ ഞാൻ അങ്ങനെ തന്നെ ഉപദേശിച്ചത്, ഇനിയെങ്കിലും അവനൊന്ന് നന്നാകട്ടെ എന്നൊക്കെ പറഞ്ഞ് അജയൻ അവിടെ ഇരിക്കുകയാണ്. അപ്പം നയനെ അതുപോലെ തന്നെ ഇറങ്ങി വന്ന് ആദർശനോട് പറയുന്നുണ്ട്, എൻ്റെ ആദർശേട്ടാ ഞാൻ വലിയ ചെറിയച്ഛനോട് നീ നന്ദുവിനെ ചെന്ന് കാണാൻ ചെന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, അത് ചെറിയച്ഛൻ അപ്പോൾ അവനെ വഴക്ക് പറയുകയും തല്ലുകയും ചെയ്തെന്ന് പറയും. തല്ലിയോ എന്ന് ഉടനെ ആദർശ് ചോദിക്കുന്നുണ്ട്. അത് തല്ലുകയും ചെയ്ത് വഴക്കും പറഞ്ഞെന്നൊക്കെ പറയും. അന്നേരത്തേന് അനി അങ്ങോട്ട് വന്നിട്ട് പറയും, എന്നെ തല്ലിയതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, ഞാനത് ചെന്നത് കാരണമാണല്ലോ ഇപ്പം ഇങ്ങനൊരു സത്യം അറിയാൻ പറ്റിയെന്നൊക്കെ ചോദിക്കാം. എന്താ നീ അറിഞ്ഞെന്ന് ചോദിക്കും. ആ ട്രെയിനർ നന്ദുവിനെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട്, എന്തോ വൈരാഗ്യത്തിൽ ചെയ്യുന്ന പോലെ ഒക്കെ ചെയ്യുന്നത്, ഒരുപാട് കഷ്ടപ്പാടാണെന്നും വയ്യെന്നും ഒക്കെ അവൾ പറഞ്ഞെന്നും പറയും. അത് നീ ഇപ്പം തിരക്കാനൊന്നും പോകണ്ട, അവൾ പറഞ്ഞായിരുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പക്ഷെ നീ നിൻ്റെ ഭാര്യയെ സ്നേഹിച്ച് ആ കുടുംബത്തിൽ ജീവിക്കാൻ നോക്ക്, നീ ആയിട്ട് ഈ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, നന്ദുവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ SI എന്ന ആ മോഹം നീയായിട്ട് കളയരുതെന്നൊക്കെ പറയും. അന്നേരത്തേന് ഞാനായിട്ട് കളയില്ല, പക്ഷേ ആ ട്രെയിനർ അവൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്, അവളുടെ ആഗ്രഹം അയാൾ കളയുമെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് ആദർശേട്ടൻ അതിനകത്തൊന്ന് ഇടപെടണമെന്ന് പറഞ്ഞിട്ടാണ് അനി അങ്ങ് പോകുന്നത്. അപ്പം അനി പോയി കഴിയുമ്പോഴത്തേന് ആദർശ് പറയുന്നുണ്ട്, അവൻ ഇങ്ങനെ സങ്കടപ്പെട്ട്
സങ്കടപ്പെട്ട് കരഞ്ഞ് നടക്കുന്നതും നന്ദുവിനെ കാണാനായിട്ട് ഇപ്പോൾ ട്രെയിനിങ് ക്യാമ്പിൽ ചെല്ലേണ്ടി വരുന്നതും ഒക്കെ കാരണക്കാരി നീയല്ലേ, നിനക്ക് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന കാരണമല്ലേ ഇങ്ങനിപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ വന്നത് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് ആദർശ്. അപ്പം നയന പറയും എന്തായാലും അവൻ്റെ കല്യാണം കഴിഞ്ഞു, ഇപ്പം അവനും അനാമികയും തമ്മിൽ വേറെ പിരിയാനായിട്ട് എൻ്റെ അനിയത്തി ഇടവരരുത്, അത് കാരണം നിങ്ങളെങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ ഒന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങ് പോകും. അഭി ദേഷ്യത്തോടു കൂടി തന്നെയാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പം നവ്യ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ പറയണമല്ലോ, ബ്രാഞ്ചിൻ്റെ ചുമതലയൊക്കെ കിട്ടിയ കാര്യം. അപ്പോഴത്തേന് അഭി ഓടിച്ചെന്നത് പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. അഭി പറയും നീ ഒന്നും പറയണ്ട, എനിക്ക് നീ എൻ്റെ അടുത്തൊന്നും പല കാര്യങ്ങളും ഒളിച്ചു വെക്കുന്ന കാരണം എനിക്ക് അങ്ങനെ സംസാരിക്കേണ്ടെന്ന് പറയും. എടാ അതല്ല, ഞാൻ 2-3 പ്രാവശ്യം മാറി മാറി വിളിച്ചില്ലേ, അമ്മയും വിളിച്ചില്ലായിരുന്നു, അതൊരു സന്തോഷ വാർത്ത പറയാനായിരുന്നു, നിന്നെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേനും അഭിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. പക്ഷേ പിന്നെ അങ്ങ് മറച്ചു പിടിച്ചിട്ട് പറയും ഓ അത് ആദർശ് സമ്മതിച്ചായിരുന്നു നിൽക്കും. അത് മുത്തശ്ശനോട് ഞാൻ സംസാരിച്ചതനുസരിച്ച് മുത്തശ്ശനാണ് പറഞ്ഞത്, അതനുസരിച്ച് ആദർശേട്ടൻ വന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയും. ഓ അവൻ്റെ ഒരു ഔദാര്യമായിരിക്കും അത് എന്നൊക്കെ പറയും. എനിക്കാണ് 3 ബ്രാഞ്ചാണ് കൊടുത്തിരിക്കുന്നത്, എനിക്ക് ഒരു ബ്രാഞ്ച് തരുന്നതെന്നൊക്കെ പറയും. അതെന്തായാലും ഇപ്പോൾ ഒന്നെങ്കിലും കിട്ടിയല്ലോടാ, അത് വെച്ച് നീ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നേറാൻ നോക്കും, നിൻ്റെ കഴിവ് കണ്ടു കഴിയുമ്പോൾ അവർ ബാക്കി ബ്രാഞ്ചുകളൊക്കെ നിന്നെ ഏൽപ്പിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ വഴിയില്ല, എന്തായാലും നീ ചെന്ന് ആ മുത്തശ്ശനെ ഒന്ന് സന്തോഷിപ്പിച്ച് താങ്ക്സ് ഒക്കെ പറയാൻ പറയും. എന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നവ്യ പറയും ഇനി കുഞ്ഞിൻ്റെ ഡ്രസ്സിൻ്റെ ഒക്കെ കൂട്ടത്തിൽ നവ്യയ്ക്കുള്ള ഡ്രസ്സും കണ്ടു കഴിയുമ്പം പറയുന്നുണ്ട് അപ്പോൾ നീ എന്തൊക്കെ വേണമെങ്കിലും പിണക്കമാണെന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം മറന്നില്ലല്ലോ എന്ന്. എനിക്ക് നീയും കുഞ്ഞും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ജീവിതത്തിലെല്ലാം, ഞാൻ നിങ്ങളെ മറന്ന് ഒരു കാര്യവും ചെയ്യത്തില്ല, നീയാണ് എൻ്റെ അടുത്തുനിന്ന് എല്ലാം മറയ്ക്കുന്നതൊക്കെ പറയും. എടാ പോട്ടടാ, ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ലെന്നൊക്കെ പറഞ്ഞ് നവ്യ ഭയങ്കര സ്നേഹമാണ്. അഭി എന്നിടത്തേന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും മനസ്സിലോർക്കുന്നുണ്ട് കിളവനും കൊച്ചുമാനും ഇപ്പോൾ എൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ളതൊക്കെ രീതിയിലൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു ബ്രാഞ്ച്, പിന്നീട് ഞാൻ ബാക്കിയെല്ലാം കൈയടക്കിക്കോളാം എന്നൊക്കെ മനസ്സിലോർത്തിട്ടാണ് പുറത്തേക്ക് വരുന്നത്. മുത്തശ്ശനെ കാണാനായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ മുത്തശ്ശൻ ഇരുന്ന് ധ്യാനിക്കുകയാണ്. അത് കാണുമ്പോഴത്തേന് അഭി മനസ്സിലോർക്കുന്നുണ്ട് ഓ കിളവൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത് ചെന്ന് കാലൊക്കെ ഇങ്ങനെ തടവി കൊടുക്കുക. അപ്പം മുത്തശ്ശി അങ്ങോട്ട് വരും. ഒരു ബ്രാഞ്ചിൻ്റെ ചുമതലയൊക്കെ കിട്ടിയതിൻ്റെ പേരിലാണോ ഇത്ര തിരുമലൊക്കെ നടത്തുന്നതെന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഒരാഗ്രഹമൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയും. നേരത്തെ ഞാനൊരു 3-4 ബ്രാഞ്ചിൻ്റെയൊക്കെ ചുമതല നോക്കിയിരുന്നതല്ലേ, ആദർശല്ലേ അതെല്ലാം എന്നിൽ നിന്ന് എടുത്തു മാറ്റിയെന്നൊക്കെ ചോദിച്ച് ആദർശിനെ കുറ്റം പറയുകയാണ്. അപ്പം മുത്തശ്ശൻ പറയും ആദർശ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവും കാണുമല്ലോ എന്ന്. എന്ത് കാരണമാണ്? ഇപ്പം എനിക്കാണെങ്കിൽ 3 ബ്രാഞ്ച് കൊടുത്തിരിക്കുന്നു, അവനെക്കാട്ടിലും താഴെയല്ലേ ഇപ്പം ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അത് എനിക്ക് അങ്ങനെ കൊടുത്തതെങ്കിൽ അതിനും കാരണമുണ്ടെന്നൊക്കെ പറയും. എന്താ പറയും പിന്നെ ആദർശേട്ടൻ ചെയ്ത പോലുള്ള വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, ഇപ്പം ആ MD സ്ഥാനത്തുനിന്ന് ആദർശേട്ടനെ മാറ്റേണ്ട സമയവും കഴിഞ്ഞു, എന്നിട്ട് പോലും ചെയ്തിട്ടില്ല, ആദർശേട്ടനാണെങ്കിൽ ആകെ ടെൻഷനല്ലേ, അപ്പോൾ ആ സ്ഥാനത്ത് ഇരിക്കാനായിട്ട് യോഗ്യതയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ടെൻഷനൊന്നും ഇല്ലേന്ന്. അത് കേൾക്കുമ്പോഴത്തേനും അഭി എന്തോ ഇവർ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പേടിച്ച് മുത്തശ്ശനെ ഒന്ന് നോക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.